തൃശൂൽ എന്തായി കാണിക്കുന്നേ? എന്ന് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇന്ന് ഞാൻ ഹീറോ ആണോ വില്ലൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്തേ പറ്റൂ. വാശിവാനി തൃശൂൽ നിക്ക്. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തിരക്ക് പിടിച്ച് എങ്ങോട്ടായി പോകുന്നേ? ഇവരിത്ര വേഗത്തിൽ ഇവിടുന്ന് പോകുന്ന കണ്ടിട്ട് ഈ വീട് വിട്ട് വേറെ എവിടെ ഗോവിന്ദ, ഒന്ന് ചുമ്മാതിരുന്നേ. നീ ചെയ്തതൊക്കെ തന്നെ ധാരാളം. നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്നാ ദൃഷ്ടി ഒഴിഞ്ഞിട്ട് പോയാ മതി. ദൃഷ്ടിയോ? എന്തിന്? എന്തിനാന്ന് വെച്ചാ എന്റെ മരുമകൾക്ക് ഒരുപാട് പേരുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോകുമ്പോ കാണുന്നവരൊക്കെ എത്ര നല്ല ജോഡിയാണെന്നും പറഞ്ഞ് കണ്ണു വെക്കും നിങ്ങളെ രണ്ടുപേരെയും. വീണേ, ദൃഷ്ടി ഒഴിയാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നേ. ഒന്ന് വേഗം കൊണ്ടുവാ. ആ അമ്മേ, വരുന്നു. അമ്മ വെറുതെ എന്തിനാ? ഇതിനൊന്നും ആവശ്യമില്ലെന്നേ. നീ ഒന്ന് ചുമ്മാതിരിക്കേ. നായിക്കണ്ണ്, നരിക്കണ്ണ്, മൂങ്ങക്കണ്ണ്, അവരുടെ ഇവരുടെ ഒന്നും കണ്ണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭവിക്കാതിരിക്കട്ടെ. ശരി, ഇനി നിങ്ങൾ പോയിട്ട്. അമ്മ ത്രിവിക്രം റോയ് എവിടെ? അവൻ ഇവിടെ എവിടെ ഉണ്ടാവാനാ? ദേഷ്യം വന്നോണ്ട് അവിടെ തോട്ടത്തിൽ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. എന്താ? ഒന്നുമില്ല. ശരി, ഞാൻ ഇറങ്ങുവാ. എത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റുന്നില്ല. തൃശൂലും ശിവാനിയും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ തൃശൂല് എന്റെ ലൈഫിൽ ഇത്രയും വലിയ വില്ലനായിരുന്നല്ലേ. അവനെ എന്റെ കൈ കിട്ടിയ ഈ ഗണ്ണിൽ ഒരു ബുള്ളറ്റ് പോലും ബാക്കി വെക്കാതെ എല്ലാം തറച്ചേനെ ഞാൻ. അവനെങ്ങാനും എന്റെ എതിരെ വന്ന് നിന്നാ വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? ഏതായാലും ഷൂട്ട് ചെയ്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ശിവാനി, തൃശൂൽ, എന്തിനാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറയാം, വാ. എന്താ പറവകള് രണ്ടുപേരും കൊക്കുരുമീത് അങ്ങോട്ടാ പോകുന്നേ? എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. എന്നെ കാണാൻ വേണ്ടി വന്നോ? വാട്ട് എ ജോക്ക്. എങ്ങോട്ടോ നിങ്ങൾ പോവുമായിരുന്നു, അതിനിടയിൽ എന്നെ കണ്ടു. അതിനിങ്ങനെ ഡയലോഗ് അടിക്കേണ്ട കാര്യമുണ്ടോ ബ്രോ? അല്ല, നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നോട് സംസാരിക്കാനുണ്ടെന്നോ? എന്താന്ന് വെച്ചാ പറഞ്ഞു. ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതിന് ഒപ്പീനിയൻ ചോദിക്കാൻ വന്നാണോ? എന്നോട് എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നേ? നിന്റെ ഭാര്യയല്ലേ നിൽക്കുന്നേ? പോയി നീ അവളോട് തന്നെ ചോദിക്കേ, അവള് പറഞ്ഞു തരും. ഇത് അവളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ പിന്നെ അവളോടല്ലേ ചോദിക്കേണ്ടത്? അവളുടെ ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിന്റെ സമ്മതം എനിക്ക് വേണ്ടേ? എന്റെ സമ്മതം വേണോന്നോ? നീ കാര്യം എന്താന്ന് പറ. നിങ്ങൾ രണ്ടുപേരും പ്രണയിക്കായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ വിധി ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടണമെന്നും നിങ്ങൾ തമ്മിൽ അകലണമെന്നായിപ്പോയി. നിങ്ങൾക്കിടയിൽ ഞാനൊരു വില്ലനായി. പഴയ കാര്യമൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ജസ്റ്റ് ലീവ് ഇറ്റ്. ഇല്ല ത്രിവിക്രം, ആ സമയത്ത് ഞാൻ ചെയ്തത് എനിക്ക് തെറ്റാണെന്ന് തോന്നിയില്ല. പക്ഷെ ഇപ്പോ എന്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്. സമയം ഒരുപാട് പോയി തൃശൂൽ. ഇനി അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അങ്ങനെയല്ല,
നീ ഇല്ലാതെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അവളില്ലാതെ നീ എത്ര കഷ്ടപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് താങ്ങാനാവില്ല. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഞങ്ങൾക്കിടയിൽ പ്രണയമെന്നതേയില്ല. ഞങ്ങളുടേത് ശരിയായിട്ടുള്ള ജോഡിയല്ല. ശരിയായ ജോഡി എന്നാൽ അത് നീയും ശിവാനിയുമാണ്. കമോൺ തൃശൂൽ, തമാശ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണം കേട്ടോ. ഒരുപാടായി കഴിഞ്ഞ അമൃതം വിഷമാണെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ വിഷമായി മാറി. നിങ്ങളുടെ ആഗ്രഹത്തിനിടയ്ക്ക് ഞാനൊരു തടസ്സമായി വന്നുവെന്ന് തോന്നിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം. തൃശൂൽ, നീ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുക. ഭ്രാന്തന്മാരെ പോലെ ഓരോന്ന് ചിന്തിച്ച് പറയാതെ. ഇല്ല ത്രിവിക്രം, ഞാനും ഇവളും ഒന്നായതില് അവൾക്കും താല്പര്യമില്ല, നിനക്ക് സമാധാനമില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നാവ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലോ. ഇവനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ത്യാഗം കാണിച്ച ശിവാനിയുടെ മുമ്പിൽ നല്ല പിള്ള ചമയാനുള്ള ശ്രമമാണോ? അതോ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഞാൻ അങ്ങനെ എളുപ്പത്തിൽ സമ്മതിച്ചു കൊടുത്താൽ ശരിയാവില്ല. ബ്രോ, നിനക്ക് സമ്മതമല്ലേ? അവളെ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അവൾക്ക് നിന്നെ തന്നെ ഇഷ്ടം. അവളോട് ഇനി ഒന്നും ചോദിക്കാൻ പോകണ്ട, നിന്റെ ഉത്തരം കിട്ടിയാൽ മതി. ഒന്ന് മൂളിയ മാത്രം മതി. ഇന്നലെ ശിവാനിയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞവൻ ഇന്ന് മാറ്റി പറഞ്ഞ് ബിൽഡപ്പ് ചെയ്യുന്ന എന്തിനാ? ത്രിവിക്രം പറ. എന്ത് പറയണമെന്നാടാ? തലയ്ക്ക് സുഖമില്ലാതെ ഓരോന്ന് പറയാ നീ. നീ പറയുന്നതൊക്കെ തലയാട്ടി സമ്മതിക്കാൻ ഞാനത് പാവയാണെന്ന് കരുതിയോ? ഞാൻ വെറുതെ ഓരോന്ന് പറയുന്നതല്ല. എന്നായാലും നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടത്. ഇത്രയും ദിവസം നിനക്ക് ചേരേണ്ടവളായിരുന്നല്ലോ. അയ്യോ, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞേ? അവൾ പ്രണയിക്കുന്നത് നിന്നെയാ, അല്ലാതെ എന്നെയല്ല. എന്താ തൃശൂൽ, നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന് മാറ്റി പറയുന്നേ? നീ എന്തിനാ ശിവാനിയുടെ മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നേ? ഞാൻ വേദനിപ്പിക്കുന്നില്ല ത്രിവിക്രം. ഇത്രയും ദിവസം അവള് ഏത് സന്തോഷമാണോ നഷ്ടപ്പെടുത്തിയിരുന്നത് അത് തിരികെ കൊടുക്കാനുള്ള പ്രയത്നം നടത്തുന്നു, അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കെ തൃശൂൽ. ഒരു പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതായോ നിനക്ക്? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നേ? കള്ളമാണത്. അത് മനസ്സിലായിരുന്നെങ്കിൽ താലി കെട്ടി 1 മാസം ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യ ഇങ്ങനെ മറ്റൊരുത്തനെ വിട്ടുകൊടുക്കാമെന്ന് നീ പറയുന്നില്ലേ? നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇതിനൊക്കെ? ഇതെന്താ എനിക്ക് തന്നെ തിരിച്ചടിയാവാണല്ലോ. ത്രിവിക്രമന്റെ വായുന്ന ഈ വാക്കുകളോ എവിടെയും മിസ് അടിക്കുന്നുണ്ടല്ലോ. ശിവാനി, താൻ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. തൃശൂലിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവന് മനസ്സിലാവുന്നേ. അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ബുദ്ധി പറയേണ്ട ആവശ്യം എന്താ? ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലത്തിന് ഞാൻ തന്നെ സൊല്യൂഷൻ തരാൻ വന്നതാ. ഇനി ഇങ്ങനെ ഒരു കാര്യം നിന്റെ വായിന്ന് ഞാൻ കേട്ട് കഴിഞ്ഞാ അത് നല്ലതിനായിരിക്കില്ല. ശിവാനി എനിക്ക് നേടണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാനത് എന്നേ നേടുമായിരുന്നു. നീ ശിവാനിയുടെ കഴുത്തില് താലി കെട്ടിയപ്പോ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു. വഴക്കുണ്ടാക്കി ഞാൻ. എന്നിട്ട് ഞാനത് ഇന്ന് മാറിയില്ലേ? എന്താന്നറിയോ? അമ്മ അച്ഛനെ പേടിച്ചിട്ടൊന്നുമല്ല. ഞാനെങ്ങാനും ശിവാനിയുടെ കഴുത്തിൽ നിന്ന് താലി വലിച്ചു പൊട്ടിച്ചിരുന്നെങ്കിൽ അവളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുമെന്ന് ഓർത്തിട്ട്. കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാ. നിന്നെ വിട്ടുതരാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു നീ ഇവനോട് തന്നെ ചോദിക്കേ. പറയൂ തൃശൂൽ, ശിവാനിയെ എനിക്ക് വിട്ടുതരണമെന്ന് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കില്ല ശിവാനി. എന്താന്നറിയോ, ഞാൻ നിന്നെ വാശി പിടിച്ച് സ്വന്തമാക്കിയ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അത് കേട്ട നിന്റെ മനസ്സ് വേദനിക്കും. എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല. ബ്രോ, ഞാൻ അങ്ങനെയല്ല പറയുന്നത് ബ്രോ. പ്ലീസ്, നീ ഇതൊന്ന് നിർത്തോ? എന്ത് കാര്യം പറയുന്നതിന് വരെ അതിരുണ്ട്. നീ എപ്പോഴാണോ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞത് അപ്പോ എന്റെ മനസ്സിൽ നിനക്കുണ്ടായിരുന്ന സ്ഥാനം ഇല്ലാതായി. എന്റെ ബ്രദർ ഇത്രയും മോശമായിട്ട് പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ബ്രോ, ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ ശിവാനിയോട് ചോദിക്കേ. ഞങ്ങൾക്കിടയിൽ പ്രണയമേ ഇല്ല.
വെറും വഴക്ക് മാത്രം. കമോൺ തൃശൂർ, നിങ്ങൾ ഇത്രയും കാലം നന്നായിട്ട് ജീവിച്ചില്ലേ? ജീവിതം ആവുമ്പോ വഴക്കുണ്ടാവുകയും മാറുകയൊക്കെ ചെയ്യും. ത്രിവിക്രം, ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു പ്രണയമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ശിവാനി നീ എനിക്ക് ദാനമായിട്ട് തരാൻ പോവാ? എന്താ നിന്റെ ഉദ്ദേശം തൃശൂർ? അവളെന്താ വല്ല പാവയാണോ? കുറച്ചു ദിവസം നിന്റെ ഇരിക്കട്ടെ, പിന്നെ കുറച്ചു ദിവസം എന്റെ ഇരിക്കട്ടെ എന്ന് പറയാൻ? നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കും ശിവാനിയെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ സന്തോഷമായിട്ട് അവളുടെ കൂടെ ജീവിക്കാൻ നോക്ക് നീ. ശിവാനി, ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. എന്റെ മനസ്സിൽ ഇപ്പൊ നിന്നോട് യാതൊരു ഫീലിങ്സും ഇല്ല. നിങ്ങളെ ഒരുമിച്ച് ജീവിക്കണ്ടേ, അതാ എന്റെ ആഗ്രഹം. അവൻ പറഞ്ഞതിനൊക്കെ ഞാൻ നിന്നോട് സോറി ചോദിക്കാം. ഐ എം റിയലി സോറി. ശിവാനി, അവൻ പറഞ്ഞതുപോലെയൊന്നും എന്റെ മനസ്സിലില്ല ശിവാനി. ഞാൻ പറഞ്ഞതൊന്നും അവന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാ നിങ്ങൾ രണ്ടുപേരും ഒരുമിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ പ്രയത്നിച്ചോണ്ടിരിക്കുന്നത്. അത് നടക്കില്ല, വിട്ടേക്ക്. എന്താ ശിവാനി, നീ ഇപ്പൊ എന്നെ പ്രണയി? ഓ, ഇപ്പോഴും ആ ആഗ്രഹം മനസ്സിലുണ്ടല്ലേ? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ വില്ലനും അവൻ ഹീറോയുമാണെന്ന്. എന്നെ നിനക്ക് ഇഷ്ടമല്ല, എന്റെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കി ഞാൻ മാറി തന്നു. തൃശൂൽ, നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ശരി, ഡൈവോഴ്സിന് വേണ്ടി എല്ലാം റെഡിയാക്കി. നിന്നെ അവനെ ഒന്ന് ഒരുമിപ്പിക്കാൻ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ശിവാനി. നിനക്ക് വേണ്ടി ഞാനെല്ലാം ത്യാഗം ചെയ്യാ. എന്നിട്ട് നിനക്ക് ഞാൻ വില്ലനാണോ? ത്യാഗം ചെയ്തത് നീയല്ല, അവനാ. അവൻ സ്നേഹിച്ച പെണ്ണിനെ നീയല്ലേ കല്യാണം കഴിച്ചത്? അപ്പൊ ആരാ ത്യാഗം ചെയ്തത്? അവൻ പ്രണയിച്ചവളെയല്ല ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ പ്രണയിച്ചവളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇതാ നീയും അവനും തമ്മിലുള്ള വ്യത്യാസം. നീ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ദൂരേക്ക് അകറ്റി. പക്ഷെ അവൻ, നീ തന്നെ അവനോട് ചോദിച്ചിട്ടും അവൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ? എന്തുണ്ടാന്നറിയോ? ഞാൻ ഇനി ഒരു കല്യാണം കഴിച്ചാ നാട്ടുകാർ എന്നെ കുറിച്ച് എന്താ പറയാന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. ഒരു പെണ്ണിന്റെ മനസ്സ് അവൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവനെ കണ്ട് പഠിക്കണം നീ. അവനെ കണ്ട് ഞാൻ പഠിക്കണമെന്നോ? ആ, അതെ. ഒരു പെണ്ണിന്റെ വ്യക്തിത്വം എന്തായിരിക്കും, ഏത് സമയത്ത് എങ്ങനെ പെരുമാറണമെന്നൊക്കെ കണ്ട് പഠിക്കുന്നീ. ശിവാനി, അവൻ ഇത്രയും ദിവസം നിന്നെ വേണോന്ന് പറയുമായിരുന്നു. ഇപ്പൊ മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എല്ലാം തലതെറിഞ്ഞ അവസ്ഥയില്ല. എന്നുവെച്ചാ നീ ചെയ്ത കാര്യം കൊണ്ട് മനസ്സ് വേദനിച്ച് അവൻ മാറിയെന്നർത്ഥം. അവന് മാറാൻ പറ്റിയിട്ടും തെറ്റ് ചെയ്ത് നിനക്ക് ഇതുവരെ മാറാൻ പറ്റിയില്ലല്ലോ. ശിവാനി, ഞാനിപ്പോ മാറിയല്ലോ ശിവാനി. എന്താ ആരും എന്നെ ഒട്ടും മനസ്സിലാക്കാത്തെ? ഇപ്പോ എന്റെ ലൈഫില് എല്ലാം ഇങ്ങനെ ആയിപ്പോയി. വീണ്ടും എല്ലാ കുറ്റവും എന്റെ തലയിൽ കൊണ്ടുവരാ. അല്ല തൃശൂർ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരു മാസം ആവുമ്പോഴേക്കും അവളെ വേണ്ട, നീ തന്നെ അവളെ കല്യാണം കഴിച്ചോന്ന് പറഞ്ഞ ഏതെങ്കിലും ആണ് അതിന് സമ്മതിച്ചു തരൂ? ഇപ്പൊ ത്രിവിക്രം ചിന്തിക്കുന്നതും അത് തന്നെയാ. ഇല്ല ശിവാനി, അവൻ അങ്ങനെയല്ല. ഇതിലെന്തോ കാര്യമുണ്ട്. അവനെ പറ്റി ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. ഇതിവിടെ വെച്ച് വിട്ടേക്ക്. നീ എന്തൊക്കെ തന്നെ ചെയ്താലും ഹീറോ ആവാൻ പറ്റില്ല. എപ്പോഴും നീ എനിക്ക് വില്ലൻ തന്നെയാ. ശിവാനി, ഞാൻ വില്ലനാണെന്നോ? ഇല്ല, ഞാൻ വിടാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ടിരിക്കണമല്ലോ. ശരി, നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒന്നിപ്പിച്ചിരിക്കും. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, നിങ്ങൾ രണ്ടുപേരെയും ഒന്നാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ത്രിവിക്രം, നിൽക്ക്. നീ ശിവാനി സ്വീകരിച്ചേ പറ്റൂ. നിനക്ക് അവളോട് പ്രണയമുള്ളതല്ലേ, പിന്നെ സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇന്നലെ വരെ നിങ്ങൾ രണ്ടുപേരും ഐ ലവ് യു എന്നും പറഞ്ഞ് ചുറ്റി നടക്കായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? അതുകൊണ്ടാണ് നീ വേണ്ടെന്ന് പറയുന്നത്. നീ എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾ വീട്ടുകാരുടെ മുന്നിൽ വെറുതെ നാടകം കളിച്ചോണ്ടിരിക്കായിരുന്നില്ലേ?
ഇപ്പൊ ശരിക്കും ഞങ്ങൾ തമ്മിൽ അകലാൻ പോവാ. ഞാൻ ഈ പറയുന്നൊന്നും വിശ്വസിക്കില്ല തൃശൂൽ. ആയിക്കോട്ടെ, വിശ്വസിക്കണ്ട. പക്ഷെ ഞങ്ങൾ തമ്മിൽ ലീഗലി ഡിവോഴ്സ് ആവാൻ പോവാ. അതെങ്കിലും ഒന്ന് വിശ്വസിക്കേ. ത്രിവിക്രം പ്ലീസ്, നീ ശിവാനി സ്വീകരിക്കണം. ശിവാനിയെ ഞാൻ സ്വീകരിക്കണമെന്നല്ലേ? എന്ത് കാര്യത്തിനാ ഇപ്പോ അത്? നീ അവളെ പ്രണയിക്കുന്നില്ലേ? പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് നീ വന്ന് താലി കെട്ടി കൊണ്ടുപോയില്ലേ? ഇപ്പൊ ആ തെറ്റ് തിരുത്താൻ ഞാൻ തീരുമാനിച്ചല്ലോ. 1 മാസം അവളുടെ കൂടെ നീ ജീവിച്ചു, ദാമ്പത്യവും നടത്തി. ഇപ്പൊ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണല്ലേ? നിന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് നീ എനിക്ക് ദാനം തരുന്നു അല്ലേ? ത്രിവിക്രം, നീ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും സംസാരിച്ചോ. പക്ഷെ ശിവാനിയെ പറ്റി ഒരു വാക്കെങ്കിലും തെറ്റായി സംസാരിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ? ഞാൻ സ്നേഹിച്ച പെണ്ണിനെ നീ തട്ടിയെടുത്തപ്പോഴില്ലേ, ഇപ്പൊ നിനക്കുണ്ടായ ഈ ദേഷ്യത്തിന്റെ ഇരട്ടി എനിക്കുണ്ടായതാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഞാനും ശിവാനിയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. നീ മാത്രമല്ല, പക്ഷെ ഇതുപോലെ വൃത്തികേട് ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഏയ്, ഞാൻ ശിവാനിയെ പറ്റി എന്തു വേണമെങ്കിലും പറയും. നീ അത് ശിവാനിയുടെ അടുത്ത് പറഞ്ഞാ അവൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്താണെന്നറിയോ? ശിവാനിക്ക് ഞാനെന്ന് പറഞ്ഞ അത്രയ്ക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് അതെ, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. ശിവാനിയെ കല്യാണം കഴിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഇതുവരെ ദാമ്പത്യം തുടങ്ങിയിട്ടില്ല എന്നും എനിക്കറിയാം. നിന്റെ ഡിവോഴ്സിന്റെ കാര്യവും ഞാൻ അറിഞ്ഞു. പിന്നെന്താ സമ്മതിക്കാത്തെ? നീ പറഞ്ഞ ഉടനെ തന്നെ ഞാനങ്ങ് സമ്മതിച്ചാ ഞാനൊരു അവസരവാദിയായി പോയില്ലേ? നീയോ ത്യാഗം ചെയ്യുന്നവനോ ആയില്ലടാ. ശിവാനിയുടെ കണ്ണിൽ നീ ഹീറോ ആയി മാറും. അല്ല തൃശൂൽ, ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. ശിവാനിയെ നീ ശരിക്കും എനിക്ക് വിട്ടുതരാൻ പോവാണ്? നീ അവളെ മറന്ന് ജീവിക്കുമെന്ന? നിങ്ങളെ രണ്ടുപേരും ഒരുമിപ്പിക്കും. ഞാൻ ചോദിച്ചത് നീ അവളെ മറക്കുവോ എന്നുള്ള കാര്യമാണ്. ഒരു സാധ്യതയുമില്ല. നിങ്ങൾ തമ്മിൽ പ്രണയിച്ചുകൊണ്ടിരിക്കല്ലേ? പോയി ഒന്നായി ജീവിക്കേ. എന്നെ പറ്റി എന്തിനാ ആലോചിക്കുന്നേ? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അവളെ നീ എനിക്ക് വിട്ടുതരാൻ പോവുക, എന്നിട്ടും പ്രണയിക്കുമെന്നാണോ? ഏയ്, അവളെ നിനക്ക് എന്തിനാടാ? മറന്നേക്കണം, മറന്നേക്കണം അവളെ. ഹേയ് തൃശൂൽ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. നിന്നെ ശിവാനിയും ദൂരേക്ക് അകറ്റിയിട്ട് ആ പാപം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. നീയും ശിവാനിയും എന്നും ഒന്നിച്ചുണ്ടാവണം, അതാ വേണ്ടേ. ഇതുവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇപ്പൊ സഡനായിട്ട് എന്താ ഇങ്ങനെ പറയുന്നത്? ബ്രോ, അങ്ങനെയൊന്നും പറയരുത്. ശിവാനിയെ പറ്റി മോശമായിട്ട് സംസാരിക്കരുത്. അവൾ വളരെ നല്ലവളാ. ഞാൻ അവള് മോശമാണെന്നൊന്നും പറഞ്ഞില്ല. 1 മാസം നിങ്ങൾ ജീവിച്ചു എന്നല്ലേ പറഞ്ഞേ? അതൊരു ജീവിതം ആയിരുന്നില്ല. ശിവാനിക്ക് എന്നും നിന്നെയാണ് വിശ്വാസം. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെന്താ നിനക്ക് മനസ്സിലാവാത്തെ? അവള് വളരെ നല്ലവളാ. അവള് സീതയെ പോലെയാടാ. അങ്ങനെ ആവുമ്പോ നീ ആരാ? രാമനായിരിക്കും അല്ലേ? അതല്ല രാവണനാണോടാ? നീ കഥയിലെ രാവണൻ തന്നെയാണ്. കാരണം ഞാൻ പറയാം, ശിവാനിയെ എന്നിൽ നിന്ന് അകറ്റി ദൂരേക്ക് കൊണ്ടുപോയ നീയാണ്. ഞാൻ ശിവാനിയെ താലി കെട്ടാൻ തയ്യാറായി നിൽക്കുമായിരുന്നില്ലേ? അശോകവനത്തിൽ 1 മാസക്കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ നീ തിരികെ എന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരാ അല്ലേ? ത്രിവിക്രം, ഞാൻ നിന്റെ കാല് പിടിക്കാൻ. ത്രിവിക്രം പ്ലീസ്, നീ ശിവാനിയെ സ്വീകരിക്കണം.